അനധികൃത കുടിയേറ്റ വിരുദ്ധ യുദ്ധമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റയുടൻ പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലായിരിക്കും താൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ട്രംപ് അഭിമാനത്തോടെ പറഞ്ഞു. 11 മില്യൺ, അതായത് 1,10,00,000 അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. ഇവരെ ഓരോരുത്തരെയും തപ്പിപ്പിടിച്ച് നാടുകടത്തും. ഐസ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് അമേരിക്കയ്ക്ക്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, ഈ ഐസിനെ പരമാധികാരം കൊടുത്തിരിക്കുന്നു. അവർ വഴിയെ നടന്ന് ഓടിച്ചിട്ടാണ് ആളുകളെ പിടിക്കുന്നത്. എന്ത് നിസ്സാരമായ കുറ്റകൃത്യവും ഒരു വിദേശിയുടെ മേൽ ചുമത്തി നാടുകടത്താൻ ഐസിന് അധികാരമുണ്ട്. അമേരിക്കയിൽ ഏറ്റവും അധികം അനധികൃത കുടിയേറ്റക്കാരുള്ളത് കാലിഫോർണിയ സംസ്ഥാനത്താണ്. കാലിഫോർണിയയുടെ ഗവർണർ കെവിൻ ന്യൂസമും കാലിഫോർണിയയിലെ ഏറ്റവും വലിയ നഗരമായ ലോസ് ആഞ്ചലസിന്റെ മേയർ കാരൻ ബാസും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധികളാണ്. അവർ അനധികൃത കുടിയേറ്റത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അവർ ട്രംപിന്റെ ഈ നാടുകടത്തൽ പ്രക്രിയയോട് യോജിക്കുന്നില്ല, സഹകരിക്കുന്നില്ല. എന്നാൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് അതിനുള്ള അധികാരമുണ്ട് താനും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ലോസ് ആഞ്ചലസ് നഗരത്തിൽ വ്യാപകമായ റെയ്ഡ് നടക്കുന്നു. ഐസിന്റെ ജീവനക്കാർ കടകളും റെസ്റ്റോറന്റുകളും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ കയറി അവിടെയുള്ള വിദേശികളുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച്, വിദേശികളാണെങ്കിൽ അവരുടെ വിസ ചോദിച്ച് വിസ ഇല്ലാത്തവരെ കൈയോടെ പൊക്കിക്കൊണ്ടുപോകുന്നു. അനേകം പേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് പേടിച്ച് പല അനധികൃത കുടിയേറ്റക്കാരും ജോലിക്ക് വരാതായതോടെ ലോസ് ആഞ്ചലസിലെ പല കടകളും അടച്ചുപൂട്ടേണ്ടി വന്നു. കാരണം അത്രമാത്രം അനധികൃത കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റേഷനിലും മറ്റും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. ഈ അനധികൃത കുടിയേറ്റക്കാരും ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകരും അടക്കമുള്ളവർ ഒരുമിച്ച് ചേർന്ന് ഐസ് ഉദ്യോഗസ്ഥരെ തടയാൻ തുടങ്ങി. അറസ്റ്റ് ചെയ്തവരെ തിരിച്ചു തരണം, വിട്ടയക്കണമെന്നായിരുന്നു ബഹളം. ആ ബഹളം വാർത്തകളിൽ നിറഞ്ഞു. പതിയെ പതിയെ അതൊരു കലാപമായി മാറി. പോലീസ് പട്രോൾ വാഹനങ്ങൾ മിക്കതും തീക്കിട്ടു. നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. നിരവധി കടകൾ കൊള്ളയടിച്ചു. സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കി. ഫ്രീവേയുടെ ടണലിൽ കുടുങ്ങിപ്പോയ പോലീസിന് നേരെ കൊലപാതക ശ്രമം പോലും ആൾക്കൂട്ടം നടത്തി. അങ്ങനെ വലിയ കലാപമായി അത് കത്തിപ്പടരുന്നു. ട്രംപ് നേരിട്ടിറങ്ങുന്നു. ഫെഡറൽ സേനയെ അയക്കാൻ ട്രംപ് തീരുമാനിച്ചു. പോലീസിനൊപ്പം ആയിരക്കണക്കിന് ഫെഡറൽ ഗാർഡ്സ് എത്തിയതോടെ ലോസ് ആഞ്ചലസ് നഗരം കുരുതിക്കളമായി മാറി. റബ്ബർ ബുള്ളറ്റുകളും ടിയർ ഗ്യാസുകളും പ്രതിഷേധക്കാർക്ക് നേരെ നീണ്ടു. വലിയ നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. പക്ഷെ പ്രതിഷേധക്കാർ മടങ്ങാതെ സമരം തുടരുന്നു. ഗവർണറും മേയറും ഒക്കെ ട്രംപിനെതിരെ രംഗത്ത് വന്നു. ട്രംപിന് പക്ഷേ മനം മാറിയില്ല എന്ന് മാത്രമല്ല, പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എത്ര ശക്തമായി നേരിടാൻ കഴിയുമോ അത്രയും ശക്തമായി നേരിടുക, ഒരുത്തനെയും വെറുതെ വിടരുത് എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. പക്ഷേ ഇതൊന്നും കലാപകാരികളെ പിന്തിരിപ്പിച്ചില്ല. പുതിയ പുതിയ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. മിക്കവരും മാസ്ക് ധരിച്ചാണ് എത്തിയത് എന്ന് മനസ്സിലാക്കി ട്രംപ് വിചിത്രമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. മാസ്ക് ധരിക്കുന്ന സകലരെയും അറസ്റ്റ് ചെയ്യാൻ അനുമതി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ്. അതായത് കോവിഡിനെ പേടിച്ചാണെങ്കിൽ കൂടി ആരെങ്കിലും മാസ്ക് ധരിച്ചെത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം കൊടുത്തിരിക്കുന്നു. ഫെഡറൽ ഗാർഡ്സിന് അനുമതി കൊടുത്തിരിക്കുന്നു. കൂട്ടത്തോടുകൂടി ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കിയാണ് ഇപ്പോൾ കാലിഫോർണിയയിൽ.